പടച്ചോനെ, ഇതാ ഒരു പുലിവാലി യാത്രയാണ്. പുലി ഇതാ നമ്മള് പിറകിൽ കിടക്കുന്നു. ഞാനിവനും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അടി ഉറപ്പാണെന്നാണ്, തെറി ഉറപ്പാണ് മക്കളെ. സാജിദേ, അല്ല ഡാൻസ് പഠിച്ചോ? ഡാൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാം മക്കളെ. ബാല്യകാല സുഹൃത്തുക്കള് ഒരുമിച്ച് കൂടിയാൽ അങ്ങനെ പലതും ഉണ്ടാവും, മനസ്സിലായില്ലേ? അതിനിങ്ങനെ തെറി പറഞ്ഞ് നടക്കല്ലോ വേണ്ടില്ലേ മാഷെ? ബാല്യകാല സുഹൃത്തുക്കൾ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തിനാ? നമ്മളെ ബാല്യത്തിലേക്ക് തിരികെ പോകാനാണ്. അല്ല, 1 മിനിറ്റ്. താങ്കളെ ആരോ ഏതോ നീയും ഞാനും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഏതോ കലാരൂപം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ താങ്കളെ ചീത്ത പറഞ്ഞു എന്ന് കേൾക്കുന്നു. ചീത്ത ഇഷ്ടം പോലെ കിട്ടി, എന്തെങ്കിലും പറയൂല. അവരങ്ങനെ ആയിരിക്കൂല പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങള് ഏത് പള്ളിക്കായിരുന്നു? കുറ്റിച്ചിറ പുരാതനമായ ഒരു പള്ളിയിലേക്ക് മിഷ്കാൽ പള്ളി അസർ നിസ്കരിക്കാൻ വേണ്ടി യാത്രയാവുകയാണ് സഹോദരങ്ങളെ. നമ്മളെ കൂടെ ഇന്ന് യാത്രയില് ഒരു ഭാരതം മൊത്തം കറങ്ങി വട്ടം കറങ്ങി വന്ന ഒരു മഹാമനുഷ്യനുണ്ട്. എന്താണ് ഉബൈദ് കുരുക്കുത്തി? ഖലീൽ മാഷേ. ഡോക്ടർ ഖലീൽ മാഷ്. ഡോക്ടർ ഖലീൽ മാഷ് ആയിക്കോട്ടെ. സാറേ, വീഡിയോ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നാണ് നമ്മള് ഫസ്റ്റ് ഒരുമിച്ച് യാത്ര. പുതുപുത്തൻ മാഷ്, എന്താണ് യാത്രയെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളി മാഷ്, ആദ്യമായിട്ടാണ് കാണുന്നത്. വേറൊരു എക്സ്പീരിയൻസ് ആവും എന്ന് കരുതുന്നു. എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ളത് ആൾക്കാർക്ക്. എന്താണ് കരീം മാഷ പറയൂ? കരീം മാഷ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു കവിയാറാണ്. ഏതായാലും ഒരു പുതിയ അനുഭവമാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ മൊത്തമുള്ള ഒരു യാത്ര, ഒരു പുതിയ വീഡിയോ എടുക്കാൻ നമ്മൾ പോവാണ്. ബീച്ചുകളും മറ്റൊക്കെ കിട്ടട്ടെ. ഒരു കോഴിക്കോട് ജില്ലക്കാരനായിട്ട് ഇതുവരെ കുറ്റിച്ചിറ കാണാത്ത വല്ലാത്ത വിഷമം തോന്നുക കേട്ടോ. വല്ലാത്തൊരു ചിറ കേട്ടോ ഇവിടെ അല്ലേ. ഒന്ന് ചാടി കുളിക്കാൻ തോന്നുകയാണ് സഹോദരങ്ങളെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്ററിയിൽക്കൊന്നും നമ്മൾ പോകണ്ട, പക്ഷെ വളരെ സുന്ദരമായ കാഴ്ചകളാണ്. ആ ഭാഗത്തൂടെ താങ്കൾക്ക് ഇറങ്ങാതെ സൂപ്പറാണ്, സൂപ്പർ, ഒരു രക്ഷയില്ല. നിങ്ങളൊക്കെ പക്ഷേ ഇവിടുത്തെ കുളം വിജനമായി കിടക്കുന്നതാണല്ലോ കാണുന്നത്. അതിപ്പോ ഇങ്ങനെ ഇതായത് നോക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്രായത്തിലൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച. അതെ അതെ, എന്തൊരു വൃത്തിയുള്ള കുളം, നല്ല വൃത്തിയുള്ള ഒരു കുളം. വേണേ ഇവിടുന്ന് കുളിച്ച് നമുക്ക് വേണേ അങ്ങോട്ട് എന്താ പറയാ, ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാൻ തോന്നുന്നുണ്ട്. അതെ 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 അതെ, എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. സൗഹാർദ്ദമുള്ള സ്ഥലമാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നല്ല അടിപൊളി അല്ലേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ യങ് ആൻഡ് എനർജറ്റിക് ആണല്ലോ അല്ലേ. നല്ല ആരോഗ്യമുള്ള ആൾക്കാർ. ഈ കുറ്റിച്ചിറയിലെ ഈ ഒരു കുളമാണോ അതിനൊരു കാരണം? കുളല്ല, ആ ഇതിന്റെ ചുറ്റുപാട് നല്ലൊരു ഏരിയ ആണ്. ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. രാത്രി വരെ കുട്ടിയെ പെണ്ണുങ്ങൾക്കൊക്കെ പോവാം. കുറ്റിച്ചിറ പഴമയും പുതുമയും ചേർന്ന രംഗമാണ്. എത്ര വർഷം പഴക്കമുള്ള പള്ളിയാന്ന്? 700 വർഷം പഴക്കമുള്ള വണ്ടി അല്ലേ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ പള്ളിയായിരിക്കും. മറ്റേ താമസിച്ച സ്ഥലങ്ങളാണ്. എന്താണ് നായന്മാര് അവിടുന്ന് ഒരു കൊടുത്തതാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ മറ്റേ എന്താണ് ഇവിടുന്ന് വന്ന സൗദിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമിക ചരിത്രം ഇഷ്ടപ്പെട്ടിട്ട് അവർ വിട്ടുകൊടുത്തതാണ്. പള്ളി, കുളം, വലിയ പള്ളി ഇതൊക്കെ പണ്ട് നായന്മാരുടെ വീടുകളാണ്, തറവാടുകൾ. മുസ്ലിം തറവാടുകളായി മാറി ഫാമിലിയിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാവും, കെട്ടിച്ചുകൊണ്ടിരുത്താണ്. നല്ല അടിപൊളിയായിട്ടില്ലേ എല്ലാം. പള്ളി ഇനി പുതുക്കി പണിയോ? ഇപ്പൊ തന്നെ അതിന്റെ ഉറപ്പുണ്ടല്ലോ അല്ലെ. നല്ല കെട്ടുറപ്പുള്ളൊരു പള്ളിയാണ് ഇവിടെ പുറത്ത് അല്ലേ. അകമ്പള്ളിയിൽ ഇപ്പൊ നോമ്പ് പ്രമാണിച്ച് പണികൾ പെയിന്റിങ് ചെയ്യാണ്. കോഴിക്കോട് വലിയ കാശിയുടെ സ്ഥലമാണ് ഇവിടെ അല്ലേ. ഓഹോ, ചെറിയ കാശി. ഇവിടുന്നാണ് മാസപ്പിറവി അറിയിക്കുന്നത്. മാസപ്പിറവി കാണാൻ ഈ കുളത്തിന്റെ ആ പരിസരത്ത് ഇവിടുന്ന് ബീച്ച് ആ മീറ്റിംഗ് ഒക്കെ ഇവിടുന്ന് ഉണ്ടാവില്ലേ. ഓക്കെ. ഹായ് ഡിയർ, ഹൗ ആർ യു? കുറ്റിച്ചിറക്കാരനാണോ? ഇവിടെ തന്നെ ആണല്ലേ. നല്ല രസമുള്ള നല്ല അടിപൊളി ജനങ്ങള് എല്ലാവരും അടിപൊളി അല്ലേ. ഇത്രയും നല്ല ആളുകളെ വേറെ എവിടെയും കിട്ടൂല. സ്നേഹിച്ച് കൊല്ലുന്ന ആൾക്കാർ ഇഷ്ടം പോലെ. നല്ല ഭക്ഷണം കിട്ടും. ഭക്ഷണത്തിനും ഫേമസ് അല്ലേ ഇഷ്ടം പോലെ.